ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തത് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റാതെ ഓരോരോ പരിപാടികളായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പെട്ടിങ് ഇടയ്ക്കൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലിസ്റ്റിക്കാണ്. ഞാൻ എൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാലങ്ങളായിട്ട് ത്രെഡിങ് ചെയ്യാറില്ല, വാക്സിൻ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ത്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു പാർലറിലേക്ക് പോവുകയാണ്. അപ്പോൾ നാച്ചുറൽസിലേക്കാണ് പോയിരിക്കുന്നത്, നമ്മുടെ കോയമ്പത്തൂരുള്ള നാച്ചുറൽസ്, പ്രോസോൺ മോളിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എനിക്ക് കാലങ്ങളായിട്ട് തന്നെ ത്രെഡിങ് ചെയ്യാത്തത് കാരണം ഇപ്പോൾ ഫിംഗേഴ്സൊക്കെ കൈ എങ്ങനെ പിടിക്കണം, എങ്ങനെ വലിച്ചു പിടിക്കണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെനിക്ക് സ്റ്റാഫ്സ് പറഞ്ഞു തന്നു, കാരണം മറന്നുപോയി. അല്ല, തീരെ അറിയില്ല എന്നല്ല, മറന്നുപോയി എങ്ങനെയൊക്കെ പിടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുള്ള ഐബ്രോസ് എന്നൊക്കെ അതിന് ഒരുപാട് അവർക്ക് പണിയുണ്ട്. അപ്പോൾ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ത്രെഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതുപോലെ അത്യാവശ്യം ബ്രോഡായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ കരയുന്ന ആൾക്കാരാണോ നിങ്ങളെല്ലാവരും? പക്ഷേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്തോ ത്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഇത് പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ തനിയെ തന്നെ സ്റ്റോപ്പ് ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവൾ കരയണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ